പാതാളത്ത് പ്രവർത്തനം ആരംഭിച്ച കേരള കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം COA ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് MD കെ ഗോവിന്ദൻ നിർവഹിച്ചു. ചടങ്ങിൽ കമ്പനി ഡയറക്ടർമാരായ KN വേലായുധൻ, സുരേഷ് കുമാർ PM, അഗസ്റ്റിൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം പ്രകാശനം നടത്തി. COA ജില്ലാ സെക്രട്ടറി സുധീഷ് പട്നം ഉൾപ്പെടെയുള്ള പ്രമുഖരും കേബിൾ ഓപ്പറേറ്റർമാരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്റർനെറ്റ്, കേബിൾ TV വിതരണ രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി കേരള കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചു. പാതാളം ജംഗ്ഷനിൽ DDRC ലാബിന് മുകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന പുതിയ ക്ലസ്റ്റർ ഓഫീസിന്റെ ഉദ്ഘാടനം COA ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ K ഗോവിന്ദൻ നിർവഹിച്ചു. കേരള വിഷൻ ഇന്നത്തെ രീതിയിൽ കേരള വിഷൻ ആയത് ഇതുപോലുള്ള വലിയ കൂട്ടായ്മകളുടെ ഭാഗമായിട്ടാണ്. പല ജില്ലകളിൽ, പല പ്രദേശങ്ങളിൽ, പല സാമൂഹ്യ സാഹചര്യങ്ങളിൽ, സാമ്പത്തിക അവസ്ഥകളിൽ ഉള്ള ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ്മയാണ് കേരള വിഷൻ. കേരളത്തിൽ ഉള്ള ഈ കേബിൾ TV സംവിധാനം പോലെ മറ്റെവിടെ ഇല്ല, ലോകത്തിൽ തന്നെ ഉണ്ടാവില്ല ഇത്രയും വലിയ കൂട്ടായ്മ. കേവലം ഒരു ക്ലസ്റ്ററിന് കേബിൾ TV, ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ മാത്രം നൽകുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആധുനിക കാലത്തിന് ആവശ്യമായിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള വ്യത്യസ്തമായ സേവനങ്ങൾ നൽകാൻ, സർവീസുകൾ കൊടുക്കാൻ പ്രാപ്തമായ ഒരു യൂണിറ്റായി, ഒരു മൾട്ടി ബിസിനസ് യൂണിറ്റുകളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേബിൾ ഓപ്പറേറ്റർ അല്ലാത്ത മറ്റ് ബിസിനസ് മേഖലയിലുള്ള ആളുകൾക്കും ഇന്ത്യയിലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേബിൾ TV മേഖല കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ വഴിയിലൂടെ എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള സംയുക്ത സംരംഭങ്ങളുടെ സാധ്യതകൾ മാത്രമേ കോർപ്പറേറ്റ് അധിനിവേശത്തെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാവിധ അസമത്വങ്ങൾക്ക് നേരിടുന്നതിനുള്ള ഒരു ബദലായി, ഒരു മാർഗമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ചടങ്ങിൽ കമ്പനി ഡയറക്ടർമാരായ KN വേലായുധൻ, സുരേഷ് കുമാർ PM, അഗസ്റ്റിൻ എന്നിവർ ചേർന്ന് ഭദ്രദീപ പ്രകാശനം നടത്തി. മേഖലയിലെ കേബിൾ TV, ഇന്റർനെറ്റ് സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ വേഗത്തിൽ സേവനങ്ങൾ എത്തിക്കുന്നതിനുമാണ് പുതിയ ഓഫീസ് ലക്ഷ്യമിടുന്നത്. ഈ സമീപ കാലത്തായിട്ടും അല്ലെങ്കിൽ ഒരു 1-2 വർഷങ്ങൾക്കകമായിട്ട് നമ്മുടെ കേബിൾ TVയിലെ ഓപ്പറേറ്റർമാർ പെട്ടെന്നുള്ള വേർപാടിൽ തങ്ങളുടെ കഠിന പരിശ്രമം കൊണ്ടുണ്ടാക്കിയ ഈ നെറ്റ്വർക്കുകൾ അനാഥമാകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വിയോഗം പോലെ നമ്മളില്ലെങ്കിലും ഈ ഒരു കമ്പനി സാധാരണ രീതിയിൽ തന്നെ നടന്നുപോവുകയും അതിന് ഗുണങ്ങൾ ആ കുടുംബത്തിന് കിട്ടുന്നൊരവസ്ഥയാണ് എത്തിച്ചേരാൻ പോകുന്നത്. COA എറണാകുളം ജില്ലാ സെക്രട്ടറി സുധീഷ് പട്ടണം ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ക്ലസ്റ്റർ പറവൂർ മേഖലയിലാണ് ആരംഭിച്ചത്. രണ്ടാമത്തെ ക്ലസ്റ്റർ ആലുവയിൽ ആരംഭിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരവും, ഈ ക്ലസ്റ്ററുകളുടെ സാധാരണ ഒരു കേബിൾ ഓപ്പറേറ്ററുടെ ഓഫീസ് എന്നതിനു അപ്പുറത്തേക്ക് ഒരു കൂട്ടായ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറുമ്പോൾ കൂടുതൽ പ്രൊഫഷണലിസം നമുക്ക് ഈ രംഗത്ത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, കേരള വിഷൻ ഇപ്പോൾ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് സേവന രംഗങ്ങൾക്ക് അപ്പുറത്തേക്ക് ട്രെയിനിങ്സ് എന്ന പേരിൽ നമ്മളുടെ TSP പദ്ധതിയും ടൂറിസം പദ്ധതിയുമൊക്കെ ആരംഭിച്ചിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ക്ലസ്റ്ററുകൾ പുതിയ ബിസിനസ് മേഖലകളിലേക്ക് കടക്കാൻ കൂടി ഓപ്പറേറ്റർമാരെ സഹായിക്കുന്ന ഒന്നാണ്. അതിലുപരിയായിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള സേവനങ്ങൾ, സർവീസ് നൽകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിവിധ മേഖലകളിൽ നിന്നുള്ള ജില്ലാ ഭാരവാഹികൾ, കേബിൾ TV ഓപ്പറേറ്റർമാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. 1 പവന് മുകൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗോൾഡ് കോയിൻ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൈനിറയെ സമ്മാനങ്ങളും. ഈ ഓഫർ ഏപ്രിൽ 10 മുതൽ 20 വരെ. 7th ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇപ്പോൾ പള്ളുരുത്തിയിലും.